पति ब्रह्मचारी। हेलो महारानी, ഈ വീട്ടിലെ മരുമക്കളൊക്കെ രാവിലെ 5 മണിക്ക് മുമ്പ് എഴുന്നേൽക്കും. പിന്നെ ആണുങ്ങളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയും പൂജയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ മൊത്തം തീർക്കും. മനസ്സിലായോ നിനക്ക്? എഴുന്നേറ്റോ, എന്നിട്ട് വാ. എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. എന്നാ ഇത് പിടിച്ചോ. അല്ല ചേട്ടത്തി, ബക്കറ്റൊക്കെ എന്തിനാ? ബക്കറ്റും കൊണ്ട് പോയാലല്ലേ ടോയ്ലറ്റിൽ ക്യൂ നിൽക്കാൻ പറ്റൂ. വാട്ട്? അപ്പൊ ഈ വീട്ടില് ടോയ്ലറ്റ് ഒന്നും ഇല്ലേ? മഹാറാണി, ഇത് നിങ്ങളുടെ രാജകൊട്ടാരമൊന്നും അല്ല, ഇത് പാവപ്പെട്ടവരുടെ കുടിലാ. അപ്പൊ ടോയ്ലറ്റ് ഒക്കെ കോമണാ. പൊയ്ക്കോ. ഇത് നമ്മുടെ സൂരജിന്റെ ഭാര്യയല്ലേ? ഏയ്, എന്തിനാടി തള്ളുന്നേ? അകത്ത് കയറി ഇവര് പുറത്തു വരണ്ടേ, എന്നാലല്ലേ ക്യൂ മുന്നോട്ട് നീങ്ങും. അതേ ചേട്ടത്തി, നിങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങല്ലേ, അല്ലെങ്കിൽ തന്നെ മണിക്കൂറുകളാകും നിങ്ങൾ ഇറങ്ങാൻ. നിന്റെ നാക്കിന് കുറച്ച് നീളം കൂടുന്നുണ്ട്. മര്യാദയ്ക്ക് വാ അടയ്ക്കുന്നോ അതോ ഇതുകൊണ്ട് ഞാൻ കുളിപ്പിക്കണോ? അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നേ. ആഹാ, നിന്നെ ഞാൻ ഇന്ന് ഓ ഗോഡ്, ഇവിടുത്തെ ആളുകൾ എപ്പോഴും ഇങ്ങനെയാണെന്ന് തോന്നുന്നത്. വേറെന്തെങ്കിലും വഴി കണ്ടെത്താം. പുറകിലോട്ട് എങ്ങോട്ടാ മഹാറാണി പോകുന്നേ? മുന്നോട്ട് ചെല്ല്, അല്ലെങ്കിൽ വൈകുന്നേരം വരെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. ചെല്ല്. ഏതൊക്കെ അതിങ്ങി തന്നേക്കും. ബക്കറ്റ് വേണമെങ്കിൽ ഞാൻ കൊണ്ടുതരാം. ആഹാ, എത്തിയല്ലോ. ബക്കറ്റ് പിടിക്കാനും സഹായിക്കാനും കുറെ ആളുകൾ. കൊള്ളാലോ. ഞാൻ വീട്ടിൽ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാ രണ്ടുപേരും രണ്ടു വഴിക്ക് ഓടുന്നവരാ. അവിടെ ഒരു ബക്കറ്റ് വെള്ളം പോലും എടുക്കാൻ വയ്യ. ചെല്ല്, അമ്മ നിങ്ങളെ രണ്ടുപേരും അടുക്കളയിലേക്ക് വിളിക്കുന്നുണ്ട്. ചെല്ല്. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ മാനേജ് ചെയ്തോളാം. അങ്ങോട്ട് തള്ളി കേറാൻ നോക്ക്. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. നോക്കിക്കോ, ഭയങ്കര രസമായിരിക്കും. ഒന്ന് ക്ഷമിക്ക്. ക്ഷമിച്ചോണ്ട് എത്ര നേരം നിൽക്കും? മര്യാദയ്ക്ക് നടക്കാൻ. ഓ ഗോഡ്, എന്നെ കൊണ്ട് ഇതൊന്നും കേൾക്കാൻ വയ്യ. എനിക്ക് വേണ്ട. ഹെൽത്ത് ശരിക്കും ശരിയായിട്ടില്ല. അപ്പോഴേക്കും രാത്രി ചുറ്റിയടിക്കാൻ തുടങ്ങി. എന്തായത്? മാത്രമല്ല ചേട്ടത്തിക്ക് വിഷമം. ഓക്കെ, ഇനി അത് പറയില്ല, ജീവിതത്തിൽ പറയില്ല, ഒരിക്കലും പറയില്ല. ഓക്കെ. അല്ല, ഇതാര്? ചേട്ടത്തിയോ? ചേട്ടത്തി നമസ്കാരം. എന്താ ചേട്ടാ? ഞാൻ ചേട്ടനോട് പറഞ്ഞോണ്ട് വരികയായിരുന്നു, ചേട്ടത്തി വിഷമിക്കുമെന്ന്. ശരിയല്ലേ? ഓ സോറി സോറി സോറി. നിക്ക്, നിങ്ങള് വീട്ടില് ടോയ്ലറ്റ് എന്താ കിട്ടാത്തെ? എന്റെ വീട് എന്റെ ടോയ്ലറ്റ്. കിട്ടിയാലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ? ഇത് പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലമാണ് മാഡം. നിങ്ങളുടെ രാജകൊട്ടാരമൊന്നും അല്ല. ഇവിടെ ആൾക്കാർ ജീവിക്കല്ല, ജീവിച്ച് തീർക്കുക ചെയ്യും. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാന്നുള്ളത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് സമയങ്ങളത് ഇവിടുന്ന് പോവാൻ നോക്ക്. എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലും. ഇല്ല. ഇല്ലേ? എന്നാ ശരി, സ്വയം കണ്ടുപിടിച്ചോ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ്. ഞാൻ എന്തായാലും പോവാ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. സൂരജ്, സൂരജ് നിക്ക്. ഇവ ശരിക്കും ഉറങ്ങാൻ പോയല്ലോ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച എന്താ കിട്ടാത്തത്? എടാ കള്ള സൂരജേ, വഴി കിട്ടി എനിക്ക്. എക്സ്ക്യൂസ് മീ. എന്താ? ഞാൻ ഇവിടുത്തെ വാഷ്റൂം ഒന്ന് യൂസ് ചെയ്തോട്ടെ പ്ലീസ്? സോറി മാഡം,
ഇത് പബ്ലിക് ടോയ്ലറ്റ് ഒന്നുമല്ല, വേറെ എവിടെയെങ്കിലും നോക്കൂ പ്ലീസ്. ഇവിടെ അല്ലെങ്കിൽ തന്നെ മനുഷ്യന് വട്ടുപിടിച്ചിരിക്കുക. ഏത് ഡെലിവറി എങ്ങോട്ട് പോകണ്ടേന്നറിയാതെ വട്ടുപിടിച്ചിരിക്കുക. ഞാൻ ഹെൽപ്പ് ചെയ്താലോ? ഏ? ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ? ആ പ്ലീസ്. ഇതാ കണ്ടോ, ഇവിടെ ഡെലിവറി നമ്പർ വരും. അപ്പോ ഇവിടെ പോപ്പപ്പ് വരുമല്ലോ. അപ്പൊ ആ ബോയ് പറയുന്ന സ്ഥലത്താ ഡെലിവറി ചെയ്യണ്ടേ. ആ അതുപോലെ ഇതാ കസ്റ്റമേഴ്സിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്. താങ്ക് യു സോ മച്ച് മാഡം. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ഇവിടുത്തെ പണി പോയേനെ. എനിക്കാണ് ഈ ജോലി വളരെ ആവശ്യമാണ്. അതുകൊണ്ട് കമ്പ്യൂട്ടറിലെ എല്ലാ ജോലികളും അറിയാമെന്ന് കള്ളം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ജോലി കയറിയത്. പതിയെല്ലാം പഠിക്കാന്നേ. ഇതിപ്പോ റോക്കറ്റ് സയൻസ് ഒന്നും അല്ലല്ലോ. അതുപോലെ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, ഹെൽപ്പ് ചെയ്യാലോ. ഓക്കെ മാം, താങ്ക് യു. ഞാൻ ഇവിടുത്തെ വാഷ്റൂം ഒന്ന് യൂസ് ചെയ്തോട്ടെ പ്ലീസ്? കുഴപ്പമില്ല മാം, ആരോടും പറഞ്ഞേക്കരുത്. തെരുവിലെ ബാക്കിയുള്ള സ്ത്രീകളും കൂടെ വരാൻ തുടങ്ങിയാൽ എൻ്റെ പണി എന്തായാലും പോയി കിട്ടും. ഞാൻ ആരോടും പറയില്ല, ഉറപ്പാ. എന്നാ ശരി. വാഷ്റൂം ദാഭാത. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇന്നലെ എന്താ വരാതിരുന്നത്? എന്താ എന്നെ കാത്തിരിക്കായിരുന്നോ? ഞാൻ നിന്നെ കാത്തിരിക്കാൻ. നിന്നെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും എന്നെ സംബന്ധിച്ച് ടൈം വേസ്റ്റാ. അപ്പൊ പിന്നെ അറിഞ്ഞിട്ടെന്താ കാര്യം? എന്ത് ചോദിച്ചോ അതിനുള്ള മറുപടി പറഞ്ഞാ മതി. ആരോ? കാവ്യ, ഇത് ജ്യൂസ് എങ്ങനെ നിന്റെ മുഖത്തൊക്കെ വീണ്? അത് ആക്ച്വലി എന്റെ കാലൊന്ന് വഴുതിയായിരുന്നു. പെട്ടെന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും ജ്യൂസ് ആകെ മയത്തോടെ. കുറച്ചൊക്കെ ശ്രദ്ധിച്ച് നടക്കണ്ടേ? ശ്രദ്ധിക്കും. ഇതിപ്പോ ഈ രൂപത്തിൽ നിന്നെ ആരെങ്കിലും ഒക്കെ കണ്ടാ അവരൊക്കെ എന്താ വിചാരിക്കുക? സ്വയം ശ്രദ്ധിക്കാൻ കഴിവില്ലാത്തൊരു പെൺകുട്ടിക്ക് ഞങ്ങളുടെ ആരവിന്റെ കാര്യങ്ങൾ നല്ലപോലെ നോക്കാൻ പറ്റില്ലെന്ന് കരുതില്ലേ? പറഞ്ഞത് ശരിയാ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. സോറി. അതൊന്ന് താഴോട്ടാക്കോ, എക്സസൈസ് ചെയ്യാനുള്ളതാ. നീ എന്തിനാ ചേട്ടത്തൊരു കള്ളം പറഞ്ഞേ? നിന്റെ ദേഹത്ത് ജ്യൂസ് ആക്കിയത് ഞാനാണെന്ന് പറയുന്നില്ല എനിക്ക്. എന്റെ അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എപ്പോഴും നമ്മുടെ ക്യാരക്ടറിനെയും ചിന്തകളെയൊക്കെ സ്ട്രോങ് ആക്കണമെന്ന്. മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ്, ഞാൻ ചെയ്തത് എന്റെ ശരി. എന്നാ അന്ന് ഞാൻ കാരണം നിനക്ക് മുറിവ് പറ്റി. സോറി. അന്ന് ഞാൻ കുറച്ച് കൂടുതൽ ഹാഷയെന്ന് തോന്നുന്നു. ഫ്രണ്ട്സ്, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തുല്യരായ ആളുകൾ തമ്മിലാണ് വേണ്ടത്. ഞാൻ ഈ ബന്ധം ഒരു കെയർടേക്കറും മുതലാളിയും തമ്മിലുള്ള ബന്ധത്തിൽ ലിമിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എക്സസൈസ് ചെയ്താലോ സർ? രാത്രി മുഴുവൻ എവിടെ തെണ്ടി തിരിഞ്ഞിട്ട് വരുന്നോ എന്തോ, എന്നിട്ട് ഇപ്പൊ കിടന്ന് ഉറങ്ങുന്നുണ്ടില്ലേ? ഇവിടെ ഈ റൂമിൽ എങ്ങനെ സാരി ഉടുക്കാനാ? എന്താ നിങ്ങൾ എന്താ കാണിക്കുന്നേ? എന്താ മര്യാദക്ക് സാരി ഉടുക്കാതെ പുറത്തു പോകാൻ പറ്റില്ലല്ലോ? അല്ലെങ്കിൽ നീ ഒന്ന് പുറത്തു പോ, വേഗം ആവട്ടെ.
മനുഷ്യന്റെ ഉറക്കം കളയാൻ വേണ്ടി ഓരോന്നും. സൂരജ് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നും കുഴപ്പമില്ല, നിങ്ങൾ അവിടെ തന്നെ നിന്നാ മതി. ഓക്കെ, ഇങ്ങോട്ട് വരണ്ട. ചിറ്റപ്പ ദാ ചായ. നന്നായി വരട്ടെ മോളെ. മതി 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 മതി, ഒന്ന് നിർത്തി. എന്റെ ചെവി പോയമ്മേ. എന്റെ ചെവി പാടിച്ചു പോകും. എന്റെ ഭഗവാനെ, ഇത് എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോണം. ഈ പെണ്ണിന് ഈ വീട്ടിൽ ഇടം കൊടുത്തു എന്നുള്ള കാര്യം ശരിയാ. പക്ഷെ ഇവിടത്തെ അടുക്കളയും വീട്ടുകാര്യങ്ങളും ഒക്കെ നേരത്തെ എങ്ങനെയാണോ നടന്ന അതുപോലെ തന്നെയാ നടക്കുക. നോക്കനിയ, സ്ത്രീകളുടെ കാര്യത്തിൽ നീ തലയിടാൻ വരരുത്. മരുമോളാകാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതല്ലേ, ഇനിയിപ്പോ അനുഭവിച്ചു. വെറുതെ ഓരോ തലവേദനകൾ. മഹാറാണി ഈ വീട്ടിലെ മരുമകളായിട്ട് കാലെടുത്ത് വെച്ച് വന്നതല്ലേ, അപ്പൊ ഇവിടെ കുറച്ച് നിയമങ്ങളുണ്ട്, അതനുസരിക്കേണ്ടി വരും. കൈ കാണിച്ചേ. ചേട്ടത്തി എന്താ ഇത്? നിന്നോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാ, പെണ്ണുങ്ങൾ തമ്മിലുള്ള വിഷയത്തിൽ നീ തലയിടരുത്. എന്റെ വീട്ടിലെ കാര്യങ്ങളല്ലേ, അത് വേണ്ടതുപോലെ നടത്താൻ എന്നെ ഒന്ന് അനുവദിക്ക. കൈ ഉയർത്തിക്കേ. അങ്ങനെയല്ല, ദേ ഇങ്ങനെ. നീ ഈ വീട്ടിലെ മരുമകളാ, അല്ലാതെ ഏതെങ്കിലും ഫാഷൻ ഷോയിലെ മോഡലല്ല. നീ ഇത്രയും നഖം വളർത്തിയിട്ടാണോ നീ ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നത്? നഖം വെട്ടിക്കേ. നഖം വെട്ടാൻ. മോളെ, എന്താ കൈക്ക് പറ്റിയത്? എവിടെ നോക്കട്ടെ. ചോര വന്നല്ലോ. എന്തിനാ മോളെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയത്? ഡ്രൈവറുടെ കൂടെ പോയി ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്തിട്ട് വാ. ചെല്ലേ. എന്നോട് ക്ഷമിക്കണം മുതലാളി. നിനക്കറിയാവുന്നല്ലേ, പാവക്കുട്ടിയുടെ ദേഹത്തൊരു പോറൽ സംഭവിച്ചാൽ പോലും അത് ചെയ്തവന്റെ കൈ ഒടിക്കുന്നവനാ. അബദ്ധം പറ്റിയതാ സാറേ. അബദ്ധമല്ല, തെറ്റാണ്. അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കും. എനിക്ക് മാപ്പ് തരണം മുതലാളി, ഒരബദ്ധം പറ്റിപ്പോയതാ. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല മുതലാളി. സുമേ, അവളുടെ കൈ പിടിച്ചേ. അയ്യോ വേണ്ട മുതലാളി, അറിയാതെ പറ്റിപ്പോയതാ. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല, എനിക്ക് മാപ്പ് തരണം. അവളുടെ നഖത്തിനോടൊപ്പം മാംസം കുടുങ്ങി പോരട്ടെ. മുതലാളി അങ്ങനെ ചെയ്യരുത്, എനിക്ക് അബദ്ധം പറ്റിപ്പോയതാ. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല. അരുത്.
നഖം മുറിക്ക്. ഞാൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തോളാം. ഇതുകൊണ്ട് അതിനൊരു പ്രശ്നവും ഉണ്ടാവില്ല. എനിക്ക് നഖം വെട്ടാൻ പറ്റില്ല. പ്ലീസ് പ്ലീസ് പ്ലീസ്, എനിക്ക് നഖം വെട്ടാൻ ഇഷ്ടമില്ലാത്തോണ്ടാ. അയ്യോ വേണ്ട, പ്ലീസ് അങ്ങനൊന്നും ചെയ്യരുത്. പ്ലീസ് പ്ലീസ് കട്ട് ചെയ്യരുത്. ഈ വീട്ടിലെ മരുമകളാകണ്ടേ നിനക്ക്? എങ്കിൽ ഇതൊക്കെ വേണ്ടി വരും. ഇവിടത്തെ നിയമങ്ങളൊക്കെ നീയും അനുസരിക്കണം. അത് കട്ട് ചെയ്യരുത് പ്ലീസ്. അച്ഛാ, ഈ ചപ്പാത്തി എന്തൊരു ഹാർഡാ. എനിക്ക് കഴിക്കാൻ പറ്റില്ല. ആരായി ചപ്പാത്തി ഉണ്ടാക്കിയേ? ഞാനാ ഉണ്ടാക്കിയത് മുതലാളി. കുറച്ച് ധൃതി കാരണം നെയ് പുരട്ടാൻ മറന്നുപോയി, അത്രേ ഉള്ളൂ. നീയൊക്കെ എവിടെ നോക്കിയിരിക്കായിരുന്നു? ഈ പുരട്ട മറന്നുപോയെന്ന്. ഈ ചപ്പാത്തിയാണോ പാവക്കുട്ടി കഴിക്കേണ്ടത്? ഇതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കും. എന്നാലും അമ്മ ഇങ്ങനെ ഇത്രത്തോളം ദുഷ്ടായിട്ട് കണ്ടിട്ടില്ലല്ലോ. ഈ മഹാറാണിയുടെ നഖത്തിന്റെ കൂടെ മാംസവും കൂടെ വലിച്ചെടുത്തോളന്നല്ലോ. എന്റെ ഈശ്വരാ, അമ്മയുടെ ഭയാനകമായ രൂപം ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. അമ്മ എന്നാലും എന്നോട് ഇത്രയൊന്നും കാണിക്കാത്തത് മഹാഭാഗ്യം. എടി മഹാറാണി, മരുമകളാകാൻ വന്നതല്ലേ, അപ്പൊ നിന്റെ വീട്ടുകാരുടെ സ്വഭാവമൊക്കെ കയ്യിന്ന് വിട്ടേക്ക്. എന്നിട്ട് ഭർത്താവിന്റെ വീട്ടിലെ അടുക്കള ചടങ്ങുകളൊക്കെ പൂർത്തിയാക്ക്. ഇന്നിവിടെ എല്ലാരും നീ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്. അതുപോലെ നിങ്ങളൊക്കെ ശരിക്കും കേട്ടോ, എല്ലാം ഇവള് തന്നെ ചെയ്യേണ്ടതാ. എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. ആരെങ്കിലും ഇവളെ ഒന്ന് സഹായിക്കാൻ ശ്രമിച്ചാൽ, അടുക്കളയിൽ മറ്റാരെങ്കിലും കണ്ടാൽ, പിന്നെ ഇവൾ രാത്രി മുഴുവൻ അടുക്കളയിൽ കിടന്ന് പണിയെടുക്കേണ്ടി വരും. എന്റെ ഈശ്വര, എന്തുമാത്രം പാത്രങ്ങളാ! ഇതിൽ ഏതിലാ മൈദ, ഏതിലാ ആട്ട, ഏതിലാ പഞ്ചസാര എന്നൊക്കെ എങ്ങനെ കണ്ടെത്തുന്നേ? ചിലപ്പോ ഇതിലായിരിക്കും. എന്റെ ഭഗവാനെ, ഞാൻ തോറ്റല്ലോ. അടുക്കളയിൽ കാലെടുത്ത് വച്ചപ്പോ തന്നെ എല്ലാം നശിപ്പിക്കാൻ തുടങ്ങിയോ? സോറി, ഞാൻ ഇപ്പൊ തന്നെ വൃത്തിയാക്കി തരാം. നീ ഒന്നും ചെയ്യണ്ട. നീ ഒരു കാര്യം ചെയ്ത 4 കാര്യം നശിപ്പിക്കും. ആട്ട എപ്പോഴും വലിയ പാത്രത്തിലാ വച്ചിരിക്കുന്നേ. ചായപ്പൊടി ഇടുന്ന പാത്രത്തിൽ ആരെങ്കിലും ആട്ട എടുത്ത് വെക്കോ? ഒക്കെ വൃത്തിയാക്ക. മഹാറാണി, ഇന്ന് നീ ഉണ്ടാക്കിയ ചപ്പാത്തിയാ ഇവിടെ എല്ലാരും കഴിക്കാൻ പോകുന്നത്. സമയം കളയാതെ വേഗം കാര്യം ചെയ്യും. എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. ഈ വീട്ടിലെ മരുമകളാകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും ഞാൻ ചെയ്യും. ചപ്പാത്തി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ.
ആദ്യം ആട്ട, പിന്നെ വെള്ളം, പിന്നെ 2 കൈ വെച്ച് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് പരത്തിയെടുക്കാം. അത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ, നോക്കാന്ന്. ഇത് ശരിക്കും പാകാവുന്നില്ലല്ലോ. ഇനിയിപ്പോ ഇതെങ്ങനെ വൃത്തിയാക്കും? ഈ ആട്ടയിൽ ഗ്ലൂട്ടൻ മിക്സ് ആയെന്നാ തോന്നുന്നത്. അതാ ഇത്രയും സ്റ്റിക്കി ആയത്. ആട്ട ഇട്ട് നോക്കാം. ഈ ആട്ട മിക്സ് ചെയ്യാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഇത് ഞാനിപ്പോ എങ്ങനെ ചെയ്യും? ഇവര് സ്വയം എന്തെങ്കിലും കുഴപ്പങ്ങൾ ഒപ്പിച്ചിരുന്നെങ്കിൽ ഇത് നന്നായിരുന്നു. അപ്പൊ പിന്നെ സൈകിട്ട് വല്യമ്മ തന്നെ ഇവരെ പിടിച്ച് പുറത്താക്കുമല്ലോ. അതാണ് അവർക്കും നല്ലത്, ബാക്കിയുള്ളവർക്കും നല്ലത്. തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിച്ചു കളഞ്ഞു.